പുരുഷന്മാരിൽ മൂത്രതടസ്സത്തിനും സെക്ഷൽ ഡിസ്ഫങ്ഷനും പ്രധാന കാരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ മുഴകളും ക്യാൻസറുമാണ്. BPH അഥവാ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ അഥവാ പ്രോസ്റ്റേറ്റിൻ്റെ അമിത വളർച്ച ഉണ്ടാക്കുന്ന മൂത്രതടസ്സത്തിനായി സ്ഥിരമായി മരുന്ന് കഴിക്കേണ്ടി വരുന്നവരുടെ എണ്ണം ഓപ്പറേഷന് വിധേയരാകേണ്ടി വരുന്നവരുടെയും എണ്ണം കൂടി വരികയാണ്. ഒപ്പം തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ മാർക്കറായ PSA കൂടുന്നവരുടെയും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനായുള്ള ഓപ്പറേഷനും കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ എടുക്കുന്നവരുടെയും എണ്ണം കൂടുന്നു. എന്താണ് പ്രോസ്റ്റേറ്റിൻ്റെ അമിത വളർച്ചയ്ക്ക് കാരണം? പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം മുഴകളും ക്യാൻസറും ഉണ്ടാകുന്നത് തടയാനും ചികിത്സിച്ചു മാറ്റാനും കഴിയുമോ? മരുന്നും ഓപ്പറേഷനും റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ എന്തൊക്കെ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം? ഇത്തരം ചികിത്സകൾ എടുത്താലും രോഗം മാറാത്തത് എന്തുകൊണ്ടാണ്? മരുന്നും ഓപ്പറേഷനും റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ ഒഴിവാക്കാൻ എങ്ങനെ സാധിക്കും? രോഗികളും ബന്ധുക്കളും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി ഈ രോഗത്തിൻ്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാം എന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെയും അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. പുരുഷന്മാരിലെ പ്രത്യുൽപാദന അവയവങ്ങളുടെയും അതുപോലെ തന്നെ മൂത്രവിസർജനത്തിൻ്റെയും മൂത്രനാളിയുടെയും പാർട്ടായിട്ട് വരുന്ന ഒരു അവയവമാണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ആ ഭാഗത്തെ അനാറ്റമി അല്ലെങ്കിൽ അവിടുത്തെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ അറിയണം. അപ്പം നമുക്കറിയാം കിഡ്നി നമ്മളുടെ ബ്ലഡ് അരിച്ച് അതിനകത്തെ വേസ്റ്റൊക്കെ യൂറിനാക്കി മാറ്റും. അത് ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അത് ഫുള്ളാകുമോ അല്ലെങ്കിൽ നമുക്ക് അതിന് അനുകൂല സാഹചര്യങ്ങൾ യൂറിൻ പാസ് ചെയ്യാനുള്ള അനുകൂല സാഹചര്യം കിട്ടുമ്പോൾ നമ്മൾ പാസ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ യൂറിനറി ബ്ലാഡറിൻ്റെ അവിടെ നിന്ന് പുറത്തേക്കുള്ള ഇതിനാണ് പറയുന്നത് യൂറിത്ര എന്ന് പറയും. അപ്പോൾ ഈ മൂത്രനാളി എന്ന് പറയുന്നത് ഈ യൂറിത്ര കടന്നു പോകുന്നത് ആദ്യത്തെ ഭാഗത്ത് അത് ഈ പ്രോസ്റ്റേറ്റിൽ കൂടെയാണ്. പ്രോസ്റ്റേറ്റിൻ്റെ ഒരു നടുക്കിൽ കൂടെ പോകുന്ന പോലെയാണ് ഇത് വരുന്നത്. അപ്പം ആ ഭാഗത്ത് പറയുന്ന പ്രോസ്റ്റാറ്റിക് യൂറിത്ര എന്ന അത് കഴിഞ്ഞിട്ടാണ് പെനിസിലേക്ക് വന്ന് മൂത്രം പുറത്തേക്ക് പോകുന്നത്, പെനൈൽ യൂറിത്ര വരുന്നത്. അപ്പം ഈ പ്രോസ്റ്റേറ്റിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ, അപ്പം മൂത്രനാളി അതിലെ കടന്നു പോകുന്ന കൂടാതെ മൂത്രനാളിയിൽ കൂടെ തന്നെയാണല്ലോ സെമൻ, അതായത് പ്രത്യുൽപാദന സംബന്ധമായിട്ടുള്ള ബീജം പുറത്തു വരുന്നതും മൂത്രനാളിയിൽ കൂടെയാണ്. പെനിസാണ് മെയിനിലെ മെയിൻ റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ട് വരുന്നത്. പെനിസും ടെസ്റ്റിസും. പിന്നെ അതുകൂടാതെ രണ്ട് പ്രധാന ഇതായിട്ട് വരുന്നതാണ് സെമിനൽ വെസിക്കിളും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റും. ഈ വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ആണ് നമ്മളുടെ ടെസ്റ്റിസിലാണല്ലോ സ്പേംസിനെ ഉണ്ടാക്കുന്നത്. അവിടെ നിന്ന് അത് ശരിക്കും ടെസ്റ്റിസ് ഒരു വയറിനകത്തുള്ള ഓർഗനായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ കുട്ടി ഒരു 8 മാസം 9 മാസമൊക്കെ ആകുമ്പോഴേക്കും അത് താഴേക്ക് ഇറങ്ങി വരുന്നത്. നമുക്ക് പലപ്പോഴും കാണാമല്ലോ കുട്ടികളുടെ വൃഷ്ണം ഇറങ്ങി വന്നില്ല, അതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പം വൃഷ്ണങ്ങൾക്ക് ശരിക്കും ഒത്തിരി ചൂട്, നമ്മുടെ ബോഡിക്കുള്ളിലാകുമ്പോൾ ഒത്തിരി ചൂട് സഹിക്കാൻ പറ്റില്ല. അവിടെ ആ ചൂടിനകത്തിരുന്ന് കഴിഞ്ഞാൽ ബീജം ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് ഉണ്ടായിക്കഴിയുമ്പം ടെസ്റ്റിസ് അകത്തു വല്ലതുമാണ് ഇരിക്കുന്നതെങ്കിൽ അതിന് പ്രത്യേകതരം മരുന്നുകളുണ്ട്. അതിൻ്റെ ഹോർമോണൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസാണ്. അപ്പോൾ ആ ഹോർമോൺസിൻ്റെ ചില കുറവുകളൊക്കെ കൊണ്ടാണ് ഇത് ഇറങ്ങി വരാതിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചു കുട്ടികളിലാണെങ്കിൽ ആ കറക്റ്റായിട്ടുള്ള സമയത്ത് നേരത്തെ തന്നെ ഹോർമോൺസൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താഴ്ന്നു വന്നിരിക്കും. ഇനി വന്നില്ലെങ്കിൽ അത് നേരത്തെ തന്നെ അത് കൊണ്ടുവന്ന് താഴെ സ്ക്രോട്ടം വൃഷ്ണത്തിലേക്ക് കൊണ്ടുവരണം.
കൊണ്ടുവരാതെ അവിടെ ഇരുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ക്യാൻസർ വരാം. അതാണ് ഒന്ന്, ബീജം ഉണ്ടാകലും അത് നശിഞ്ഞു പോകും. അതിൻ്റെ ഫങ്ഷൻ തന്നെ, അതായത് ടെസ്റ്റിസിൻ്റെ ഹോർമോൺ ഉണ്ടാക്കലും ബീജം ഉണ്ടാക്കലും ഒക്കെ നടക്കാതെ പോകും. രണ്ട്, അതിൽ ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുണ്ടാകുമ്പോൾ ഇപ്പോഴൊക്കെ പീഡിയാട്രിഷ്യൻസ് തന്നെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കും. അപ്പം പ്രശ്നം വന്നിട്ടില്ല, താഴേക്ക് ഇറങ്ങിയിട്ടില്ലെന്നും എല്ലാം കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള സർജറി ചെയ്ത് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ആവശ്യമാണ്. അപ്പം ഈ വൃഷ്ണത്തിൽ നിന്നുള്ള ട്യൂബ്, അതിനാണ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്, അത് മുകളിലേക്ക് കയറി വന്ന് ഈ പ്രോസ്റ്റേറ്റിൻ്റെ അതിനകത്തൂടെ ആണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ അവിടെ വെച്ച് ഈ മൂത്രനാളിയിലേക്ക് ഈ വാസ് ഡിഫറൻസ് അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അത് ഈ നമ്മളുടെ ഒരു സെമിനൽ വെസിക്കിൾ എന്ന് പറഞ്ഞ് വേറൊരു ഗ്ലാൻഡ് ഉണ്ട്, അതിൻ്റെ ഫ്ലൂയിഡും ഈ സ്പേമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇജാക്കുലേറ്ററി ഡക്ട് എന്ന് പറയും. അതാണ് ശരിക്കും ഈ പ്രോസ്റ്റാറ്റിക് യൂറിത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം മൂത്രം ഒഴിക്കണോ അതോ സെക്ഷൽ ഫങ്ഷനാണോ, എക്സ്ക്രീറ്ററി ഫങ്ഷനാണോ നടക്കുന്നത്, സെക്ഷൽ ഫങ്ഷനാണോ നടക്കുന്നതെന്ന് വെച്ച് ശരിക്കും ഒരു 2-way സ്വിച്ച് എന്ന് പറയാം ഇത്. അപ്പോൾ ആ സ്വിച്ച് ഇരിക്കുന്ന ശരിക്കും പറഞ്ഞ് ഈ പ്രോസ്റ്റേറ്റിനകത്താണ്. അപ്പോൾ അതുകൊണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സെക്ഷൽ ഫങ്ഷനും യൂറിനറി ഫങ്ഷനും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് പ്രോസ്റ്റേറ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസും, പ്രത്യേകിച്ച് ഒരു മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോഴേക്കും പലർക്കും യൂറിനറി പ്രോബ്ലം, സെക്ഷൽ പ്രോബ്ലം ഒക്കെ വരാൻ തന്നെ കാരണം ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഓവർ ഗ്രോത്താണ്. അപ്പം അത് ഒന്നെങ്കിൽ ഓവർ ഗ്രോത്ത് ആയിട്ട് വരാം, അതുപോലെ തന്നെ അത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ക്യാൻസറിലേക്ക് പോവുകയും ചെയ്യാം. പിന്നെ ഈ പ്രോസ്റ്റേറ്റിനാണെങ്കിലും കുറേ പ്രത്യേകതരം സെക്രീഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതും നമ്മളുടെ ഈ റീപ്രൊഡക്ഷനുമായിട്ട്, പ്രത്യുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് സ്പേമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ബേസിക്കലി ഈ പ്രത്യുൽപാദനത്തിനും യൂറിൻ പാസ് ചെയ്യുന്നതിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടിനെയും ബാധിക്കും. സെക്ഷൽ ഫങ്ഷൻ, ഇജാക്കുലേറ്ററി ഡിസ്ഫങ്ഷൻ, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ പ്രത്യുൽപാദന ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള പ്രശ്നങ്ങളിലേക്കും പോകാം. ഈ നെക്സ്റ്റ് നമ്മൾ പ്രോസ്റ്റേറ്റിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് ഇൻഫെക്ഷൻ വരാം. ഏത് ഏജിൽ, പ്രത്യേകിച്ച് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ളവരിലാണ് ഇൻഫെക്ഷൻ വരാം. പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സൊക്കെ വരുന്നവർക്ക് ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷൻ അത് അവിടെ വരാം. അത് പ്രോസ്റ്റേറ്റ് ആണല്ലോ ഏറ്റവും പുറമേ ഇരിക്കുന്നത്. പിന്നെ അത് സെമിനൽ വെസിക്കിളിലേക്കും ടെസ്റ്റിസിലേക്കും ഒക്കെ പോകാം. അങ്ങനെ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിയുമ്പോഴാണ് ബ്ലോക്കൊക്കെ വരാം. അപ്പോൾ ട്യൂബ് ബ്ലോക്കായി പോകും. പുരുഷന്മാരിൽ ട്യൂബ് ബ്ലോക്കിന് അതിൻ്റെ പേരിൽ സ്പേംസ് തന്നെ ഇല്ലെന്നായി പറയും. ടെസ്റ്റിസ് സ്പേം ഉണ്ടാകും, പക്ഷേ ട്യൂബ് ബ്ലോക്ക് ആയതുകൊണ്ട് പുറത്തേക്ക് വരാം. അതും ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകും. അത് ഒന്ന് ഒരു ഇൻഫെക്ഷൻ കൊണ്ടുവരുന്നത്. പിന്നെ ഉള്ളത് ഈ മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോഴേക്കുമാണ്, യൂഷ്വലി ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കുമാണ് സാധാരണ വരുന്നത് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ എന്ന് പറയുന്നത്. ക്യാൻസർ അല്ല, പക്ഷേ പ്രോസ്റ്റേറ്റ് വളരാൻ തുടങ്ങും. അപ്പം നമുക്ക് യൂറിനറി പ്രോബ്ലം വരാം, മൂത്ര തടസ്സം വരാം, അല്ലെങ്കിൽ മൂത്രം എപ്പോഴും പോകണമെന്ന് തോന്നുന്നു. അങ്ങനെ പല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് ക്യാൻസറാണ്, പ്രോസ്റ്റേറ്റിന് വരുന്ന ക്യാൻസർ. അപ്പം പിന്നെ ഇപ്പം ചില തരം ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ചിലപ്പോൾ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് പോലെ വരാം. അപ്പോഴും വരുന്നത് ആ ഭാഗത്തൊരു ഒരു ബുദ്ധിമുട്ട് പോലെയും അല്ലെ യൂറിൻ പാസ് ചെയ്യാനുള്ള തടസ്സങ്ങളൊക്കെ ആയിട്ടായിരിക്കും. പ്രോസ്റ്റേറ്റിന് എന്ത് വന്നാലും മിക്കവാറും അതിൻ്റെ കൂടെ യൂറിൻ തടസ്സം അല്ലെങ്കിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. ആദ്യം നമുക്ക് BPH, അതായത് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ, അത് എങ്ങനെയാണെന്നുള്ളത് ആദ്യം നോക്കാം. ഏകദേശം 50% മെയിൽസിന് 50 വയസ്സിന് മുകളിലുള്ള ഒരു 50% ആൾക്കാർക്ക് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ ഉണ്ടാകുന്നുള്ളതാണ്. അത് 80 വയസ്സാകുമ്പോഴേക്കും 90% ആൾക്കാർക്കും ഉണ്ടെന്നുള്ളതാണ്. അപ്പം അത് ഹോർമോൺസുമായിട്ട്, അതായത് മെയിൽ ഹോർമോൺസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഈ നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസിനൊക്കെ പറയുമല്ലോ യൂഷ്വലി ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളത് പോലെ, ഇതുപോലെ പ്രായമാകുമ്പോൾ നമ്മൾ ഒരുതരം ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത് പോലെ, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഒക്കെ വരുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത് ഒരു ടെസ്റ്റോസ്റ്ററോൺ റെസിസ്റ്റൻസും അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ, അതായത് മെയിൽ ഹോർമോണിൻ്റെ ഫങ്ഷൻ പ്രോപ്പർ ആകാത്തതാണ് ഒരു പരിധി വരെ. ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് അങ്ങനെയാണ്. ആ മെയിൽ ഹോർമോണുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ വരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ സിംറ്റംസ് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് എപ്പോഴും യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നുക, അല്ല യൂറിൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് കംപ്ലീറ്റ് ആയിട്ട് പോയില്ല എന്നൊരു തോന്നൽ വരിക. പിന്നെ ചിലർക്ക് സ്റ്റാർട്ടിങ്
യൂറിൻ പാസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വരാതെ ഇരിക്കുക. പിന്നെ സ്ട്രീം പതുക്കെ നല്ല ശക്തിയിൽ പോയിക്കൊണ്ടിരുന്ന അതങ്ങ് ഒരു വീക്ക് സ്ട്രീമായി പോകുക, അതായത് മൂത്രം വരുന്നതിൻ്റെ അളവ് കുറയുക. പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇപ്പം പാസ് ചെയ്യണമെന്ന് തോന്നുന്നതിന് മുമ്പ് തന്നെ പോകണം, അല്ല നമുക്ക് ആ ടോയ്ലറ്റിൽ എത്തുന്നതിന് മുമ്പ് യൂറിൻ പോസ് ചെയ്ത് പോവുക, കൺട്രോൾ കിട്ടാതെ വരിക. ബ്ലാഡർ കൺട്രോൾ, ബ്ലാഡറിൻ്റെ ഓപ്പണിംഗ് ആയിട്ടാണ് വരുന്നത് ആക്ച്വലി. ഇതിനകത്ത് ഒരു ബ്ലാഡറിൻ്റെ ഡിസൈഡ് ചെയ്യുന്ന ഇൻറ്റേർണൽ സ്പിങ്ചറും ഒക്കെ ആയിട്ട്, അതായത് ബ്ലാഡറിൻ്റെ ഓപ്പണിങ്ങുമായിട്ടൊക്കെ ഇതിന് ബന്ധമുള്ളതുകൊണ്ടാണ് അതിൻ്റെ കൺട്രോളും കൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഈ പ്രോസ്റ്റേറ്റ് വളർന്നു കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് യൂറിൻ്റെ പ്രോബ്ലംസ് വരും, പിന്നെ അതിനോടുകൂടി സെക്ഷൽ ഡിസ്ഫങ്ഷനും വരാൻ തുടങ്ങും. നേരത്തെ പെട്ടെന്ന് പോവുക, ഇജാക്കുലേറ്ററി ഡിസ്ഫങ്ഷൻ, അങ്ങനെയുള്ള ഡിസ്കംഫർട്ട്സ്, ബുദ്ധിമുട്ടുകൾ വരാം. നെക്സ്റ്റ് ഈ ബ്ലാഡറിനും യൂറിനറി ട്രാക്റ്റിനും ഒക്കെ ഇൻഫെക്ഷൻസ് വരാം, യൂറിനറി ഇൻഫെക്ഷൻസ് വരാം. കാരണം കംപ്ലീറ്റ് പോകാതെ യൂറിൻ അതിനകത്ത് കെട്ടിക്കിടക്കും. യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും കംപ്ലീറ്റ് പോകില്ല. അപ്പം അങ്ങനെ കിടന്ന് യൂറിനറി ഇൻഫെക്ഷൻ വരാൻ സാധ്യത വരും. അതുപോലെ ബ്ലാഡറിനകത്ത് സ്റ്റോൺ വരാം, ഈവൻ കിഡ്നിയിലേക്ക് സ്റ്റോൺ വരാനുള്ള ചാൻസ് കൂടും. അതുപോലെ ക്രോണിക് കിഡ്നി പ്രോബ്ലംസിലേക്ക്, അപ്പോൾ ബ്ലാഡറിന് പ്രോബ്ലം വരാം, കിഡ്നിക്ക് പ്രോബ്ലം വരാം. ഈ രണ്ടുമാണ് അതിനകത്ത് മേജറായിട്ട് വരാവുന്ന കാര്യങ്ങൾ. പിന്നെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ശരിക്കും നമുക്ക് ഈ സിംറ്റംസ്, നമ്മുടെ യൂറിനറി സിംറ്റമോ അല്ലെ സെക്ഷൽ ഡിസ്ഫങ്ഷനോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക എന്നുള്ളത്. വളരെ എക്കണോമിക്കലുമാണ്, അതിന് സൈഡ് ഇഫക്റ്റും ഇല്ല. ഈവൻ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ ചെയ്യുന്നതായിരുന്നു, വളരെ ഫ്രീക്വൻ്റ് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സ്കാനാണ്. അൾട്രാസൗണ്ട് സ്കാൻ നോക്കുമ്പോൾ അറിയാൻ പറ്റും അത് പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പം എത്രയുണ്ട്, അതുപോലെ മൂത്രം പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്തോരം മൂത്രം അവിടെ കിടക്കുന്നു, ഈ കാര്യങ്ങൾ നോക്കിയായിരിക്കും അത് ഡിസൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഗ്രേഡിങ്ങും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അത്രയും ഡീറ്റെയിലേക്ക് നമ്മളിപ്പോൾ പോകേണ്ടതില്ല. നെക്സ്റ്റ്, എങ്ങനെയുള്ളവർക്ക് ഈ പ്രോസ്റ്റേറ്റ് പ്രോബ്ലം വരാൻ സാധ്യത കൂടുതലുള്ളതെന്ന് ചോദിച്ചാൽ, ഒന്ന് ഫാമിലി ഹിസ്റ്ററി, അച്ഛനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്, ബ്രദേഴ്സിനൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വരാൻ കൂടുതൽ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഈവൻ ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെൻറ്റും കഷണ്ടി ഉള്ളവർക്ക്, അതായത് ഇതുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത്. കഷണ്ടി ഉള്ളവർക്ക് പ്രോസ്റ്റേറ്റിന് എൻലാർജ്മെൻറ്റും ക്യാൻസറിനും സാധ്യത കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഈവൻ ഇപ്പം ഒരു ലേറ്റസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്, നമ്മൾ ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറഞ്ഞ് ലേഡീസിന് വരുന്ന ഒരു മെൻസ്ട്രൽ ഇറഗുലാരിറ്റിയും ഒക്കെ, ഈ ഹെയർ ഗ്രോത്ത്, എക്സ്ട്രാ ഹെയർ ഗ്രോത്തും ഒക്കെ ആയിട്ട് വരുന്നൊരു കണ്ടീഷനുണ്ടല്ലോ, അങ്ങനെയുള്ള അതിൻ്റെ ഒരു കൗണ്ടർ പാർട്ട് ഇൻ മെയിലാണ്. അതുപോലെ ലേഡീസിന് ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം വരുന്ന പോലെ തന്നെ ഇക്വലൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് കഷണ്ടിയും ഈ പ്രോസ്റ്റേറ്റ് പ്രോബ്ലംസ് എന്നുമാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ഇതും കാണിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മയ്ക്ക് ഈവൻ ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേണൽ സൈഡിൽ ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഇതുണ്ടെങ്കിൽ പുരുഷന്മാരിലേക്ക് ഈ പ്രോബ്ലം വരാനുള്ള, അവരുടെ മക്കളിലേക്ക് ഈ പ്രോബ്ലം, അതായത് അച്ഛന് പ്രോസ്റ്റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ല, പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രമല്ല, മറ്റേണൽ സൈഡിലും ഉണ്ടെങ്കിലും വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള ചില സ്റ്റഡീസും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം അതായത് ഫീമെയിലിലെ PCODക്ക് കൗണ്ടർ ഇതായിട്ട് ഇക്വലൻ്റായിട്ട് മെയിലിൽ വരുന്നതാണ് കഷണ്ടി വരുന്നതും, അതുപോലെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലംസ് എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം ഇതെല്ലാം ആക്ച്വലി കൺട്രോൾ ചെയ്യുന്ന സിമിലർ ഹോർമോൺസാണ് അതിനകത്ത് വരുന്നത്. അതിൽ ടെസ്റ്റോസ്റ്ററോണിനെ കൺട്രോൾ ചെയ്യുന്നൊരു ആൻറ്റി മുള്ളേരിയൻ ഹോർമോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിലുള്ളതാണ്. അപ്പോൾ അതുമായിട്ടൊക്കെയുള്ള കണക്ഷൻ വെച്ചാണ് ഇങ്ങനെ വരുന്നത്. നെക്സ്റ്റ്, ഈ മെറ്റബോളിക് സിൻഡ്രോം, അതായത് ഒബേസിറ്റി, അമിതവണ്ണം ഉള്ളവരിൽ, ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവരിൽ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിലും ഒക്കെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്, കൂടുതലാണെന്നുള്ളത്. പിന്നെ നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, എക്സസൈസ് ഇല്ലാതെ ഇരിക്കുക, അതുപോലെ ഓൾറെഡി ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് ഉള്ളവരിൽ, അതായത് സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ഉള്ളവരിൽ ഇതിന് സാധ്യത കൂടുതലായിരിക്കും. ചിലപ്പോൾ ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻ തന്നെ കാരണം ഇതൊരു ഹോർമോണലാണല്ലോ, ഈ ഹോർമോണലിലെ പ്രശ്നങ്ങൾ കൊണ്ടാവണം അതും കൂടെ വരുന്നതെന്നുള്ളതാണ്. നെക്സ്റ്റ്, ചിലതരം മരുന്നുകൾ എടുത്തു കഴിഞ്ഞാൽ ഇത് കൂടാം. അതായത് പ്രത്യേകിച്ച് അതിൻ്റെ കൂടെയുള്ള സെക്ഷൽ ഡിസ്ഫങ്ഷനും അതുപോലെ ഈ യൂറിനറി പ്രോബ്ലംസും കൂടാം. അതിനകത്ത്
ഏറ്റവും പ്രധാനം വരുന്ന ഒരു സ്യൂഡോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ ചുമയ്ക്കൊക്കെ ഉള്ള മരുന്നിനകത്തും ഒക്കെ ഉപയോഗിക്കുന്ന ഒരിതാണ്. പിന്നെ ചിലതരം ആൻറ്റികോളിനർജിക്സ് എന്ന് പറയുന്ന പലതരം മരുന്ന്. പിന്നെ പ്രഷറിന് വേണ്ടി ഉപയോഗിക്കുന്ന കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്, തയസൈഡ് ഡയൂററ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് മൂത്രം കൂടുതൽ പോകാനായിട്ട് കൊടുക്കുന്ന പ്രഷറിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ചില മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും ഈ മൂത്രതടസ്സം, പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റിൻ്റെ കുറച്ച് പ്രോബ്ലം ആയിട്ടിരിക്കുന്ന ആൾക്കാണെങ്കിൽ മൂത്രതടസ്സത്തിനും പ്രശ്നം ഈ യൂറിനറി സിംറ്റംസ് ഉണ്ടാകാൻ സാധ്യതയും കൂടുതലായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഈ പ്രോസ്റ്റേറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വെയിറ്റ് കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നോർമലി ആ ഹോർമോൺ ബാലൻസ് കറക്റ്റ് ആവും. നമ്മൾ എല്ലാം ഇതെല്ലാത്തിൻ്റെയും ഗ്രോത്തും മാനേജ്മെൻറ്റും എല്ലാം ഹോർമോൺസാണ്, പ്രത്യേകിച്ച് മെയിൽ ഹോർമോൺ. അപ്പോൾ അത് കറക്റ്റ് ആക്കാനായിട്ട് ബെസ്റ്റ് മെത്തേഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തന്നെയാണ്. ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക, ലോ കാലറി കൺട്രോൾ ചെയ്യുക. പിന്നെ ഒരു കാര്യം കഫീൻ ഇൻടേക്ക്, അതായത് നമ്മളുടെ കാപ്പി, പിന്നെ ഇപ്പം നമ്മൾ ഒത്തിരി സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കൂടുതൽ വരുന്നുണ്ടല്ലോ, അതിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുന്നതും ഒരു അഡ്വൈസായിട്ട് പറയുന്നുണ്ട്. പിന്നെ മെഡിക്കേഷനായിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ആൽഫ ബ്ലോക്കേഴ്സ്, അത് മൂത്രതടസ്സത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ആൽഫൂസോസിൻ, ഡെക്സസോസിൻ, അങ്ങനെ കുറേ സോസിൻസാണ് ശരിക്കും. സിലോഡോസിൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് മെഡിസിൻസ് ഉണ്ട്. അത് പലപ്പോഴും നമ്മൾ കോമൺലി കാണുന്ന പ്രിസ്ക്രിപ്ഷൻസാണ്. ടാംസുലോസിൻ, ഇതൊക്കെയാണ്. അത് ആ മൂത്രതടസ്സത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ, ഇങ്ങനെ ഒത്തിരി പേര് നമ്മൾ കാണുന്നുണ്ട് പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട് പ്രോബ്ലം ഉള്ളവരിങ്ങനെ വർഷങ്ങളായിട്ട് ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ. അതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പം തലകറക്കം ഉണ്ടാക്കാം. പ്രത്യേകിച്ച് ഒത്തിരി പ്രായമുള്ളവരൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ രാത്രിയിൽ എപ്പോഴും ഒന്നാമത് ഇവർക്ക് മൂത്രം ഒഴിക്കണമെന്ന് പല പ്രാവശ്യം എഴുന്നേറ്റ് യൂറിൻ പാസ് ചെയ്യേണ്ട ആവശ്യം വരും ഇങ്ങനെ പ്രോബ്ലം ഉള്ളവർക്ക്. അപ്പോൾ ഈ യൂറിൻ പാസ് ചെയ്യാൻ എഴുന്നേൽക്കുമ്പം ചിലപ്പോൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേൽക്കുമ്പം പ്രഷർ കുറഞ്ഞു പോകാം. ഇത് ആക്ച്വലി പ്രഷറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു മരുന്നാണ്. അപ്പം പ്രഷർ കുറഞ്ഞു പോയി ചിലപ്പോൾ തലകറക്കം വരാം. ഇപ്പോൾ അതുപോലെ ടോയ്ലറ്റിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴായിരിക്കും. അപ്പോൾ പലപ്പോഴും ഈ പ്രഷറിന് ഇതിനൊപ്പം തന്നെ പ്രഷറിനും കൂടെ മരുന്ന് കഴിക്കുന്നുണ്ട്, ഇത് പിന്നെയും കൂടാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും പലരും ഈ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വീഴാൻ കാരണമാകുന്നതും വീണ ഒടിയാനും ഒക്കെ ഉള്ള സാധ്യതകൾ വരുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു റീസൺ ഈ ഇത്തരം മരുന്നുകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം മരുന്നുകൾ കഴിക്കുന്നവർ, പ്രത്യേകിച്ച് പ്രഷറിന് മരുന്ന് കഴിക്കുന്നവരും അതുപോലെ ഈ പ്രോസ്റ്റേറ്റിന് വേണ്ടി മരുന്ന് കഴിക്കുന്നവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒരു ഇരുന്നിട്ട് എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ BP എനിക്ക് തലകറക്കം വരുന്നില്ല എന്നൊന്ന് ഉറപ്പാക്കി വെച്ചിട്ട് വേണം കുറേ നേരം ഇരുന്നിട്ട് എഴുന്നേൽക്കുക. അപ്പോൾ കിടന്നിട്ട് എഴുന്നേറ്റ് ഇത്തിരി നേരം ഒന്ന് ഇരുന്ന് പതുക്കെ ഒന്ന് നിന്ന് നോക്കിയിട്ട് പ്രത്യേകിച്ച് നൈറ്റിലൊക്കെ പോകാറുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ഇച്ചിരി സിക്കായിരിക്കുമോ, നമുക്ക് എന്തായാലും ഒരു വയ്യാഴികയൊക്കെ ആയിരിക്കും, പ്രത്യേകിച്ച് അത് കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഈ പോസ്റ്റൽ ഹൈപ്പോടെൻഷൻ പ്രഷർ കുറഞ്ഞു പോയിട്ട് തലകറക്കം വരാനുള്ള സാധ്യത വരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ തല ഇറങ്ങിയിട്ടൊക്കെ വന്നു കഴിയുമ്പം എല്ലാവരും കൂടെ പെട്ടെന്ന് നോക്കും, പ്രഷറൊക്കെ കൂടി പ്രഷർ നോക്കും. അപ്പം മിക്കവാറും പ്രഷർ കൂടിയിരിക്കുകയായിരിക്കും. തലകറക്കത്തിന് കാരണം ശരിക്കും പ്രഷർ കുറഞ്ഞതായിരിക്കും. പക്ഷേ നമ്മുടെ ബോഡി അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അപ്പോഴേക്കും വീണു, അപ്പോൾ അതിൻ്റെ അതനുസരിച്ച് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും വന്നു കഴിയുമ്പം ഫൈനലി നമ്മൾ പോയി ബെഡിലൊക്കെ കിടന്നിട്ട് BP നോക്കുമ്പോഴേക്കും BP കൂടുതലായിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ കരുതുന്നത് എന്താ, പ്രഷർ കൂടിപ്പോയത് കൊണ്ടാണ് തലകറക്കം വന്നതെന്നാണ്. അപ്പോൾ പലപ്പോഴും പ്രഷർ ഈ ആൾക്കാർക്ക് തല കറങ്ങുന്നതിൻ്റെ കാരണം BPക്കൊക്കെ മരുന്ന് കഴിക്കുന്നത് പലപ്പോഴും കൂടിയിട്ടാവില്ല, തലകറക്കമൊക്കെ കഴിഞ്ഞു വന്ന് നോക്കുമ്പോൾ BP കൂടിയിരിക്കുന്നതെന്നായിരിക്കും കാണുന്നത്. അപ്പോൾ അത് ശരിക്കും കറക്റ്റായിട്ടുള്ള ഒരു നമ്മൾ കാണുന്നതും റിയൽ പ്രോബ്ലവും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഈ മരുന്നുകളുടെ വേറൊരു സൈഡ് ഇഫക്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കടപ്പ്. നമ്മൾ ഇത്തരം മരുന്നുകൾ കഴിക്കുന്നവർ ശ്രദ്ധിച്ചു നോക്കുക. എപ്പോഴും രാത്രി ഇതും കഴിച്ച് കിടന്നു കഴിയുമ്പോൾ മൂക്കടപ്പ് വരിക, അതുപോലെ തലവേദന വരിക. ഈവൻ ഈ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ, അതായത് പ്രോസ്റ്റേറ്റ് തന്നെ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കും. അതുപോലെ ഈ മരുന്നുകളും ഈക്വലി സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാം. പിന്നെ ഹെഡേക്ക്, മൂക്കടപ്പ്, മൊത്തത്തിൽ ക്ഷീണം, ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാക്കാം. പിന്നെ വേറൊരു മരുന്ന് ഇതിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു 5-ആൽഫ റിഡക്റ്റേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ ടെസ്റ്റോസ്റ്ററോണിനെ അതിൻ്റെ മോർ ആക്റ്റീവ് ഫോമാക്കി മാറ്റുന്ന ഒരു DST എന്ന് പറഞ്ഞൊരു ഫോമാക്കി മാറ്റും. ആ ഇതിൽ ബ്ലോക്ക് ചെയ്യുന്ന ഒരു മരുന്നാണത്. അതിന് ഫിനാസ്റ്ററോയിഡ്, ഡ്യൂട്രാസ്റ്ററോയിഡ് എന്നൊക്കെ പറഞ്ഞുള്ള മരുന്നുകൾ, അതും നമ്മൾ വളരെ കോമൺ ആയിട്ട് ഇത്തരം പേഷ്യൻസിന് കൊടുക്കാവുന്നതായിട്ട് കാണുന്നുണ്ട്.
പക്ഷെ അതിൻ്റെ ഒരു മേജർ സൈഡ് ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ആൻറ്റി ടെസ്റ്റോസ്റ്ററോൺ. ടെസ്റ്റോസ്റ്ററോണിൻ്റെ മെയിൽ ഹോർമോണിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ ഏറ്റവും ഇതെന്ന് പറയുന്നത് തന്നെ സെക്ഷൽ ഡിസ്ഫങ്ഷനാണ്. നമുക്ക് ഇവിടെ ഓൾറെഡി സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകും, അതിൻ്റെ കൂടെ അതും കൂടെ വരാം. അപ്പം ലോങ് ടൈം എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച്, ഒരു ഷോർട്ട് ടൈം ഒക്കെ ആണെങ്കിൽ അത്രയും ഇത് വരികയില്ല. കൂടുതൽ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മരുന്നുകളൊക്കെ എടുത്ത് നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് വന്നതങ്ങ് മാറും നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ ഇതുകൊണ്ട് വരുന്ന സെക്ഷൽ ഡിസ്ഫങ്ഷൻ പിന്നെ മാറാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഫിനാസ്ട്രൈഡ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇത്തരം മരുന്നും കൂടുതൽ നാളെ യൂസ് ചെയ്യുന്നവർ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പിന്നെ ഇപ്പോൾ ബിനൈൻ പ്രോസ്റ്റേറ്റ് എപ്പിപ്ലേസിയുള്ള സർജറിയാണ്. അത് മൂത്രനാളിയിൽ കൂടെ തന്നെ ചെയ്യുന്ന ട്രാൻസ് യൂറിത്രൽ റിസെക്ഷൻ ഓഫ് ദി പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് TURP എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യും. അതിൻ്റെ കമ്പാരിറ്റീവ്ലി ഇത് മിനിമലി ഇൻവേസീവ് സർജറി. പഴയ കാലത്തൊക്കെ ചെയ്യുന്നതിൽ ഓപ്പൺ സർജറി ആയിരുന്നു, ഒത്തിരി കോംപ്ലിക്കേഷൻസും ആയിരുന്നു. പലപ്പോഴും യൂറിനറി, അത് കഴിഞ്ഞാൽ പലർക്കും യൂറിനറി പ്രോബ്ലം. പക്ഷേ ഇപ്പോഴും ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും പലർക്കും ഒരു 20% എങ്കിലും കോംപ്ലിക്കേഷൻസ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതിനകത്ത് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ, അതായത് സെക്ഷൽ ഫങ്ഷനിൽ സെമൻ പുറകെ ബ്ലാഡറിലേക്ക് പോവുക. അപ്പോൾ അതൊരു ഇൻഫെർട്ടിലിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, വീണ്ടും സെക്ഷൽ ഡിസ്ഫങ്ഷൻസ്, പിന്നെ യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാക്കാം. പലപ്പോഴും നേരത്തെ തടസ്സമാണെങ്കിൽ ഇത് പിന്നെ അറിയാതെ പോകുന്ന ഒരു നിലയിലേക്ക് വരാം, മൂത്രം ലീക്ക് ചെയ്യുന്നത് പോലെ വരാം. പിന്നെ യൂറിത്രൽ സ്ട്രിക്ചേഴ്സ്, അതായത് നമ്മൾ ഈ ഓപ്പറേഷൻ കഴിയുമ്പോൾ അവിടെയൊക്കെ സ്കാറിങ് എന്തെങ്കിലും കൂടുതൽ വന്ന് അവിടെ ഒരു ബ്ലോക്ക് പോലെ വന്ന് പഴയതിലും കൂടുതൽ പ്രോബ്ലത്തിലേക്ക് പോകാം. അങ്ങനെയൊക്കെയുള്ള പലതരം കോംപ്ലിക്കേഷൻസ്, കാര്യം മിനിമലി ഇൻവേസീവ് സർജറി ആണെങ്കിലും വരാം. പിന്നെ ഇപ്പം അതിലും നീഡിൽ മോർ മിനിമലി ഇൻവേസീവ് ആയിട്ട് മറ്റേത് റിസെക്ഷനാണ്, അത് ഇങ്ങനെ ചുരണ്ടിക്കളയുന്നത് പോലെയുള്ളൊരിതാണ്. ഇതിൽ പിന്നെ നീഡിൽ അബ്ലേഷൻ ഓഫ് ദി ട്രാൻസ്യൂറിത്രൽ നീഡിൽ അബ്ലേഷൻ, അതായത് നീഡിൽ വെച്ച് അത് കരിക്കുന്ന പോലെയൊക്കെ ഉള്ളതാണ് ആ പ്രോസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങൾ. പിന്നെ യൂറിത്രൽ മൈക്രോവേവ് വെച്ച് തെർമോ തെറാപ്പി എന്ന് പറയും. പിന്നെ പ്രോസ്റ്റേറ്റിക് ആർട്ടറി എംപ്ലോയിസേഷൻ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാത്തിലും ഈവൻ ലേഡീസ് ഫൈബ്രോയിഡ്സ്, യൂട്രസിലെ ഫൈബ്രോയിഡ്സ് ഒക്കെ എംപ്ലോയിസ് ചെയ്യുക, അതായത് അതിലേക്കുള്ള ബ്ലഡ് വെസലിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഓപ്പറേഷൻ കാണാറുണ്ട്. പക്ഷേ നമ്മൾ എല്ലാത്തരം പേഷ്യൻസിനെ കാണാറുണ്ട്. പലർക്കും അത് കഴിഞ്ഞാലും സിംറ്റമാറ്റിക് ചിലർക്കൊക്കെ വ്യത്യാസം കിട്ടുന്നുണ്ട്, ചിലർക്ക് കാര്യമായിട്ട് ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പല പേഷ്യൻസും പറയുന്നത്. പക്ഷേ എന്താണ് എൻ്റെ ജനറലി അതാണ്, എല്ലാവർക്കും അതുകൊണ്ടൊന്നും ബെനിഫിറ്റ് വരണമെന്നില്ല. ഏതിലാണേലും ഏതിനും സൈഡ് ഇഫക്റ്റ് വരികയും ചെയ്യാം. പിന്നെ നമ്മൾ സ്റ്റീം വെച്ചിട്ട്, അതായത് ഏതെങ്കിലും രീതിയിൽ പ്രോസ്റ്റേറ്റിൻ്റെ കുറച്ച് ഭാഗം ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നത് സ്റ്റീം വേപ്പർ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം വരുന്നുണ്ട്. അടുത്തത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് നോക്കാം. പുരുഷന്മാരിൽ വരുന്ന ഒരു മേജർ ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. സെക്കൻഡ് മേജർ ക്യാൻസർ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ശരിക്കും ലങ് ക്യാൻസറായിട്ടാണ് കണക്കാക്കുന്നത്. സെക്കൻഡ് ഡെത്തിനേക്കും എല്ലാത്തിലേക്കും വരുന്ന ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും സിംറ്റംസ് ഉണ്ടാവണമെന്ന് തന്നെ ഇല്ല തുടക്കത്തിലൊന്നും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ നേരത്തെ കണ്ടുപിടിക്കാൻ PSA എന്ന് പറഞ്ഞ് ഒരു ട്യൂമർ മാർക്കർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ജനറലി പറയുന്നത് 1 in 8 പുരുഷന്മാരിൽ ഒരാൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അതിൽ ഡെത്തോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിലേക്ക് പോകുന്നത് 1 in 40 മാത്രമേ ഉള്ളൂ. അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ സ്ലോ ഗ്രോയിങ് ആണ് ജനറലി. അപ്പം അത് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ PSA നോക്കി കണ്ടുപിടിച്ചു എന്ന് എഴുതി നമ്മൾ ഉടനെ അതിന് വേണ്ടിയിട്ടൊരു പ്രോസ്റ്റേറ്റ് എടുത്ത് കളയോ അങ്ങനെ ഒരു ഡിസ്ട്രക്റ്റീവ് സർജറിയോ റേഡിയേഷനോ കീമോതെറാപ്പിക്ക് പോകേണ്ട കാര്യം വരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് വളരെ സ്ലോ ഗ്രോയിങ് ആണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ ഇപ്പം നമുക്ക് ട്യൂമർ മാർക്കറുണ്ട്. അത് കൂടാൻ തുടങ്ങിയാൽ നമ്മൾ കെയർ എടുക്കുക. ആക്ച്വലി ഇതൊരു ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ടും എല്ലാ ക്യാൻസേഴ്സും ലൈഫ് സ്റ്റൈൽ ഡിസീസാണല്ലോ. അപ്പം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വൺസ് ഇൻ എ വൈൽ യൂറിനറി പ്രോബ്ലംസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സ്കാനിങ്ങും നോക്കുക, ഒരു PSA നോക്കുക.
ഒരു 40 കഴിഞ്ഞാൽ എല്ലാവരും പുരുഷന്മാരെല്ലാവരും അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ PSAയിൽ കൂടിയെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ട് നമ്മൾ വറീഡ് ആവേണ്ട കാര്യമില്ല. കുറച്ച് വല്ലതുമൊക്കെ ആണെങ്കിൽ 10 ഒത്തിരി ഹൈ ആണ് എങ്കിൽ പോലും നമ്മളിപ്പോൾ 100-ലൊക്കെ കൂടുതൽ PSA ഉള്ളവരുടെ പോലും കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ PSA കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മളിപ്പം PSA നോക്കി അത് കുറച്ച് കൂടുതലാണേലും അത് നമ്മൾ ലൈഫ് സ്റ്റൈൽ കൺട്രോൾ ചെയ്ത് കഴിയുമ്പോഴേക്കും കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മൾ വറീഡ് ആവേണ്ട കാര്യമില്ല. അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ മതി. കാരണം അതങ്ങനെ ഫാസ്റ്റ് ഗ്രോയിങ് ഒരു ട്യൂമർ അല്ല ജനറലി. പക്ഷെ നമുക്ക് മറ്റുള്ള അസുഖങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും അങ്ങനെ മിക്കവാറും ഇതെല്ലാം കൂടെ ഉള്ളവർക്കായിരിക്കും ഇത് വരുന്നത്. അപ്പം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ഈ മറ്റേ രോഗങ്ങളെയും കൂടെ കൺട്രോളല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ നമുക്ക് കറക്റ്റ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം അതെല്ലാം മാറ്റുക എന്നുള്ളതിനാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ PSA കൂടുകയാണെങ്കിൽ ആ ഡയബറ്റീസും കൂടെ മാറ്റുമ്പോഴാണ് അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് വരുന്നത്. PSA നമുക്ക് കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിൽ നമ്മൾ സിംറ്റംസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ BPHൻ്റെ പോലെയാണ് മറ്റേ ബിനൈൻ പ്രോസ്റ്റേറ്റ് ട്യൂമർ, മറ്റേ പ്രോസ്റ്റേറ്റിൻ്റെ അല്ലാത്ത വളർച്ച, ക്യാൻസർ അല്ലാത്തതുപോലെ തന്നെയാണ് മിക്കവാറും സിംറ്റംസ് ഒക്കെ വരുന്നത്. സെക്ഷൽ ഡിസ്ഫങ്ഷൻ വരാം, അല്ലെങ്കിൽ യൂറിനറി പ്രോബ്ലം വരാം, മൂത്രം എപ്പോഴെപ്പോഴും പോകണമെന്ന് തോന്നാം. സെയിം സിംറ്റംസ് തന്നെയാണ് ഇതിലും വരുന്നത്. മൂത്രത്തിൻ്റെ വരാം, അല്ലെങ്കിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ വരാം. പിന്നെ ഇത് കൂടി നമ്മളൊരു 4th സ്റ്റേജ് ഓഫ് ക്യാൻസർ, അതായത് പ്രോസ്റ്റേറ്റിന് പുറത്തേക്ക് ക്യാൻസർ വളർന്ന് ലേറ്റ് സ്റ്റേജിലാണ് അറിയുന്നതെങ്കിൽ ചിലപ്പോൾ ബോണിലൊക്കെ വന്നിട്ട് ബോൺ വീക്കായിട്ട് ഫ്രാക്ചറായിട്ടായിരിക്കും അറിയുന്നത്. അപ്പോൾ അത് ഫ്രാക്ചർ, പാരാലിസിസ് അങ്ങനത്തെ പ്രശ്നത്തിലേക്ക് പോകാം. അതൊക്കെ ലേറ്റ് സ്റ്റേജ് വരുമ്പോഴാണ്. അപ്പം നമ്മൾ ഇന്നത്തെ നിലയിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് അൾട്രാസൗണ്ട് സ്കാൻ നോക്കുക. ഒരു 40 കേസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു ഇയർലി ഒരു അബ്ഡോമിനൽ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രോസ്റ്റേറ്റ് കൊണ്ട് മാത്രമല്ല ഫാറ്റി ലിവറും അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ, ഗോൾ ബ്ലാഡർ, ലിവർ, കിഡ്നി എല്ലാത്തിനെക്കുറിച്ചും നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക, PSA ചെയ്യുക. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിലും PSAയിലും ഒക്കെ ഡൗട്ട് വന്നു കഴിയുമ്പോഴാണ് പിന്നെ ബയോപ്സി ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജാണ് പെറ്റ് സ്കാൻ നോക്കുക എന്നുള്ളതും. അങ്ങനെ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഇതിലേക്കാണ് വരുന്നത്, പെറ്റ് സ്കാനാണ് വരുന്നത്. അപ്പം നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ നമ്മൾ ഐഡിയലി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക, എന്നിട്ട് ജീവിതശൈലി കറക്റ്റ് ചെയ്ത് അത് തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് നോക്കേണ്ടത്. ഇപ്പോൾ ചെറിയൊരു ഇത്തിരി കൂടിയെന്നും പറഞ്ഞുകൊണ്ട് പോലും ഒരു പ്രോസ്റ്റേറ്റിൻ്റെ ബയോപ്സി ചെയ്യേണ്ട കാര്യമില്ല. ബയോപ്സി ചെയ്താലും കൃത്യമായിട്ട് അറിയണമെന്ന് നിർബന്ധമില്ല. കാരണം ഏത് ഭാഗത്താണെന്ന് ആ ഭാഗം എല്ലായിടത്തും ക്യാൻസറസ് ഗ്രോത്ത് ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ലോബിലൊക്കെ ആയിരിക്കും. അവിടെ ചെയ്ത് കിട്ടിയാൽ മാത്രമേ നമ്മൾ അറിയുള്ളൂ. അപ്പം റിയലി നമ്മൾ ക്യാൻസർ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു പെറ്റ് സ്കാനാണ് ചെയ്യേണ്ടത്. പെറ്റ് സ്കാനിൽ തന്നെ PSMA സ്കാൻ എന്നും പറഞ്ഞ് സ്പെസിഫിക് ആയിട്ടുള്ളത് സ്കാനുണ്ട്. ഓർ അതും അതിൻ്റെ കൂടെ ഒന്നവർക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അറിയുന്നത് PSMA സ്കാൻ പ്ലസ് ഒരു FDG സ്കാൻ. രണ്ടും പെറ്റിൻ്റെ തന്നെ 2 വിഭാഗത്തിലുള്ള സ്കാനാണ് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സീരിയസ് ഇത് ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈവൻ ബയോപ്സിക്ക് പോലും ഇന്നത്തെ കാലത്ത്, കാരണം ബയോപ്സിയൊക്കെ കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയറാണല്ലോ. കാരണം പ്രോസ്റ്റേറ്റ് ബയോപ്സി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൽ ക്യാൻസർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതായാലും പെറ്റ് സ്കാൻ ചെയ്യണം. അപ്പം അതിലും നമുക്ക് ഒറ്റ ഇതിൽ തന്നെ ഒരു സ്റ്റേജിങ്ങും കൂടെ കിട്ടുകയും ചെയ്യും. പിന്നെ ഈ പെറ്റ് സ്കാനാണ് ചെയ്യുന്നതെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്ത്, അപ്പം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവുന്നുണ്ടോ ശരിയാവുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് PSA നോക്കിയാൽ മതി. ഈവൻ 4th സ്റ്റേജ് ക്യാൻസർ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ പോലും 4th സ്റ്റേജ് ക്യാൻസറിന് വലിയ കാര്യമായിട്ട് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല. അപ്പം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തിട്ട് PSA നോക്കിക്കൊണ്ട് കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. PSA ഒന്നും നോർമലിലേക്ക് വന്നില്ലേ തന്നെ കുറഞ്ഞു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആശ്വസിപ്പിക്കാം. അത് കൂടിപ്പോകും, മറ്റേ ഇതിലേക്ക് കൂടുന്നില്ല എന്നുള്ളത്. പിന്നെ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് പെറ്റ് സ്കാൻ വെച്ച് നോക്കാം. അതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലായിടത്തെയും കുറഞ്ഞു വരുന്നുണ്ട്. പെറ്റ് സ്കാൻ നോക്കുമ്പം ഹോൾ ബോഡി പെറ്റ് സ്കാനാണ് യൂഷ്വലി നോക്കുക. അപ്പോൾ എവിടെയെങ്കിലും ബോണിലോ, ഇത് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഏറ്റവും സ്പ്രെഡ് ചെയ്യുന്നത് ബോണിലേക്കാണ്. അപ്പം ബോണിൻ്റെ എവിടെയെങ്കിലും ഉണ്ടോ, അപ്പോൾ ബോണിൽ സ്പ്രെഡ് ചെയ്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫ്രാക്ചർ വരുമോ എന്നുള്ളതാണ് നമ്മൾ പേടിക്കുന്നത്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ച് നമുക്കൊന്ന് ആശ്വസിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളത് കണ്ടുപിടിച്ചു, PSA കൂടി, ഈവൻ ബയോപ്സിയിൽ പോസിറ്റീവ് ആയാൽ പോലും ഒരു 50 to 75% ആൾക്കാർക്ക് അതിൻ്റെ സിംറ്റംസ് ലൈഫ് ടൈമിൽ വരുന്നില്ല എന്നുള്ളതാണ്. അതായത് ക്യാൻസർ അവിടെ ഉണ്ടാവും, പക്ഷേ അത് നമ്മളെ ഒരു ലൈഫിലൊരു പ്രോബ്ലമായിട്ട് മാറുകയില്ല. വെരി ഫ്യൂ പെർസെൻറ്റേജിന് മാത്രമാണ് ഈ ഫാസ്റ്റായിട്ട് ഇത് വരുന്നത്. അത് കൂടുതലും മറ്റ് രോഗങ്ങളുള്ളവർക്കാണ്.
പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളോ അലർജിയോ അല്ലെങ്കിൽ ഈ മെറ്റബോളിക് ഡിസോർഡേഴ്സ്, പ്രത്യേകിച്ചും ഡയബറ്റീസ് ഉള്ളവർക്കാണ് ഇതൊക്കെ പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യത കൂടി വരുന്നത്. പ്രത്യേകിച്ചും ഷുഗർ കൺട്രോൾ ഇല്ലാതെയും പിന്നെ ഈ നമ്മൾ കുറേ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ടോക്സിനാണല്ലോ വരുന്നത്. അപ്പം നമ്മുടെ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ് കൊണ്ട് വരുന്നതാണ്. അപ്പം നമ്മൾ മറ്റുള്ള അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ മാത്രമായിട്ടുള്ള ഇതാണ് കുറച്ച് PSA ഒന്നും കൂടിയാലും നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇതിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും തന്നെ PSA ചെയ്യും. PSA ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾ ഓവർ വേൾഡ് കാണുന്നതാണ്. നമ്മളിത് ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും പേടിയാവും. പിന്നെ ഓവർ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പ്രോബ്ലം ആയിട്ട് കാണുന്നതെന്നുള്ളതാണ്. അപ്പം അതാണ് നേരത്തെ പറഞ്ഞ 50 to 75% അത് നമ്മൾ നോക്കാൻ പോയില്ലായിരുന്നെങ്കിൽ നമ്മൾ അറിയത്ത് തന്നെ ഇല്ലായിരുന്നു. പക്ഷെ നോക്കാൻ പോയി ഉടനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ്, ഡിസ്ട്രക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്, സർജറിയും കീമോതെറാപ്പിയും റേഡിയേഷനും എല്ലാം കൂടെ വരുമ്പോഴേക്കും നമ്മൾ അതിലേക്കല്ല പോകേണ്ടത്. ശരിക്കും നമ്മൾ വാച്ച്ഫുൾ എക്സ്പെക്റ്റൻസിയും ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം മരുന്നിൻ്റെ ഓപ്പറേഷൻ്റെ ഒന്നും കുറവുകൊണ്ടല്ല ആർക്കും ക്യാൻസർ വരുന്നത്. ഇതെല്ലാം ജീവിതശൈലിയിലെ വ്യതിയാനം കൊണ്ട്, ഹോർമോണൽ ഇംബാലൻസും കൊണ്ട് വരുന്നതാണ്. നമ്മൾ അവിടെ കറക്റ്റ് ചെയ്ത്, അതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസും അതാണ് വാച്ച്ഫുൾ എക്സ്പെക്റ്റൻസി ആൻഡ് ആക്റ്റീവ് സർവൈലൻസ്. അപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുക. PSA നോക്കി നമ്മൾ ലൈഫ് സ്റ്റൈൽ തെറ്റിക്കുമ്പോൾ PSAയും കൂടാം, ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമ്പോൾ PSA കുറയുകയും ചെയ്യും. അപ്പോൾ അത് നോക്കി നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ നെക്സ്റ്റ്, ഇപ്പം അതിനകത്തൊരു മെയിൻ സർജറി ആയിട്ട് വരുന്ന റാഡിക്കൽ പ്രോസ്റ്റക്ടമിയാണ്. അതായത് പ്രോസ്റ്റേറ്റിനെ എടുത്ത് കളയുക, എന്നിട്ട് റേഡിയേഷൻ കൊടുക്കുക, പിന്നെ ഇപ്പോൾ കീമോതെറാപ്പിയും ഇങ്ങനെ പല പുതിയ അഡ്വാൻസ്ഡ് PSA അസിസ്റ്റഡ് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ അസിസ്റ്റഡ് ആയിട്ടുള്ള ചില കീമോതെറാപ്പികളും അങ്ങനത്തെ എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഈ റാഡിക്കൽ പ്രോസ്റ്റേറ്റിനെ എടുത്ത് കളയുന്ന ഓപ്പറേഷൻ എന്നുള്ളത് അത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ടില്ലാത്തതിന് മാത്രമേ അത് ഇഫക്റ്റീവ് ആവുള്ളൂ. അപ്പം യൂഷ്വലി പ്രോസ്റ്റേറ്റിനെ എടുത്ത് ഇപ്പോൾ കുറച്ച് PSA ഒക്കെ കുറച്ച് 10, 20, 25 ഒക്കെ വന്നിട്ടുള്ളതാണേലും നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തുകൊണ്ട് PSA കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല, പ്രോസ്റ്റേറ്റ് എടുത്ത് കളയേണ്ട കാര്യമില്ല. അപ്പോൾ തിരക്കിട്ട് നമ്മൾ എടുക്കുന്നതിൽ കാര്യമില്ല. പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ ആണെങ്കിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് പുറത്തേക്ക് പോയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ജനറലി സ്പീക്കിംഗ് നമ്മൾ റാഡിക്കൽ പ്രോസ്റ്റേക്ടമിക്ക് റോൾ അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് കീമോതെറാപ്പി, റേഡിയേഷനാണ്. യൂഷ്വലി റേഡിയേഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെ കീമോതെറാപ്പി ഏജൻസും ഉണ്ടാവും. നെക്സ്റ്റ്, നമ്മൾ ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഓപ്പറേഷൻ, അതായത് പ്രോസ്റ്റേറ്റ് എടുത്ത് കളഞ്ഞിരുന്നതിൽ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് മെയിൻ വരുന്നത് ഒന്ന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരും. പിന്നെ ഇതിനും യൂറിനറി പ്രോബ്ലംസ് വീണ്ടും വരാം. അപ്പം നമ്മൾ ഒരു സിംറ്റമാറ്റിക് അല്ല, പലപ്പോഴും ചെറിയ സിംറ്റംസേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് എടുത്ത് കളയാൻ പോയാൽ അതാണ് വേറൊരു പ്രോബ്ലം വരാമെന്ന്. ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻസും യൂറിനറി പ്രോബ്ലംസും ഇൻകോണ്ടിനൻസ് ഇതെല്ലാം വരാമെന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ഇജാക്കുലേറ്ററി ഡിസ്ഫങ്ഷൻ ഓൾമോസ്റ്റ് 100% വരുമെന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻസ് ആണെങ്കിലും ഒരു 50%. പിന്നെ ഓർഗാസ്മിക് ഡിസ്ഫങ്ഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വരാം. പിന്നെ ഇൻകോണ്ടിനൻസ്, പിന്നെ അതിൻ്റെ സർജിക്കലായിട്ടുള്ള ഇതുണ്ട്, പല ഇതും വരുന്നുണ്ട്. പിന്നെ ഉള്ളത് റോബോട്ടിക് സർജറി. അതിലാണെങ്കിലും ഇപ്പോൾ പ്രോസ്റ്റക്ടമി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ അതിലും നമ്മൾ കംപ്ലീറ്റ് പ്രോസ്റ്റേറ്റിനെ എടുത്തില്ലെങ്കിൽ അവിടെ ഒരു പ്രോസ്റ്റേറ്റ് അവിടെ ഇരിക്കുന്നതിൻ്റെതായിട്ടുള്ള വീണ്ടും ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കംപ്ലീറ്റ് എടുക്കാൻ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സൈഡ് ഇഫക്ട്സ് വരാൻ, അത് യൂറിനറി സിംറ്റംസും വരാം, അതുപോലെ സെക്ഷൽ ഡിസ്ഫങ്ഷൻസും വരാം. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ് ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി പ്രോസ്റ്റേറ്റിൻ്റെ ഒന്ന് BPH വരാം, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാം. അപ്പോൾ ഇതിൽ രണ്ടിലാണെങ്കിലും നമ്മൾ ഇതെല്ലാം രണ്ടും ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഹോർമോണൽ വേരിയേഷൻസും നമ്മളുടെ ബോഡിയിൽ അടിയുന്ന ടോക്സിൻസുമാണ് ഇതിനെല്ലാം കാരണമായിട്ട് വരുന്നത്. യൂഷ്വലി ഇത് വരുമ്പോൾ മിക്കവാറും മറ്റുള്ള രോഗങ്ങൾ, ഡയബറ്റീസും ഹൈപ്പർടെൻഷനും ഒക്കെ ഉള്ളവർക്കായിരിക്കും ഇത് വരുന്നത്. അപ്പം നമ്മളിത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂറിനറി സിംറ്റംസോ അല്ലെങ്കിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് എന്തെങ്കിലും കാണുകയോ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് ടെസ്റ്റുകൾ ചെയ്ത്, ഒരു സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു PSA ടെസ്റ്റ് എടുത്ത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. എന്തിലേലും കണ്ടാലും നമ്മൾ ഇത് വളരെ സ്ലോ ഗ്രോയിങ് ആണ്, ഈവൻ PSA പോസിറ്റീവാണ്, ഒരു ക്യാൻസറിന് തുടക്കം ഉണ്ടെന്ന് കണ്ടാലും നമ്മൾ വറി ചെയ്യുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് നോക്കേണ്ടത്. പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ഉള്ളവരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക, ബോഡിയിൽ എക്സസ് ഫാറ്റ് കുടവയറുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നോക്കുക.
അതിനകത്തു നിന്നൊക്കെ വരുന്ന ഈ ഹോർമോണൽ ഇംബാലൻസ് ആണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് കാണാൻ പറ്റും PSA ഒക്കെ കുറഞ്ഞു വരുന്നത്. ഈവൻ നമ്മുടെ യൂറിനറി സിംറ്റംസ് കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ന്യൂട്രീഷൻ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ ഓവർ വെയിറ്റ് ഒക്കെ ഉള്ളവർക്കായിട്ടൊരു ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ന്യൂട്രീഷൻ ഉള്ളത് ലീഫി വെജിറ്റബിൾസ്, പയറുവർഗ്ഗങ്ങൾ, പിന്നെ നോൺ വെജ് കഴിക്കുന്നവർക്കാണ് ഫിഷോ മീറ്റോ ഒക്കെ. പിന്നെ അരി, ഗോതമ്പ്, മധുരം, ബേക്കറി ഐറ്റംസ് ഇതെല്ലാമാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആ ഡയറ്റും അതനുസരിച്ച് വെയിറ്റ് കുറയുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. പിന്നെ മൾട്ടിപ്പിൾ രോഗങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒത്തിരി പലതരം രോഗങ്ങളും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷൻ ഇതെല്ലാം മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്വയം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. മരുന്നൊന്നും ഇല്ലാത്തവർക്ക് മാത്രമാണ് സ്വയം ജീവിതശൈലി കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കുറേ മരുന്ന് പ്രത്യേകം 1 2 ഒക്കെയാണ് പിന്നെയും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. പക്ഷെ ഒത്തിരി മരുന്ന് കഴിക്കുന്ന ഹാർട്ടിനും കിഡ്നിക്കും ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും ഒക്കെ മരുന്ന് കഴിക്കുകയാണെങ്കിൽ സ്വയം മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റും വിശപ്പും എല്ലാം കൂടെ വരുമ്പോൾ പറ്റാതെ വരും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നോക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ, 1 പുരുഷന്മാർക്ക് മാത്രമുള്ള അവയവമാണ് പ്രോസ്റ്റേറ്റ്. മൂത്രവിസർജനത്തിലും ശുക്ലവിസർജനത്തിലും പ്രത്യുൽപാദനത്തിലും പ്രധാന പങ്ക് വഹിക്കുന്ന അവയവമാണിത്. മൂത്രനാളിയെ 2 രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന 2-way സ്വിച്ച് പോലെ ആക്കി മാറ്റുന്നത് പ്രോസ്റ്റേറ്റാണ്. 2 പ്രോസ്റ്റേറ്റിലൂടെയാണ് മൂത്രനാളിയുടെ ആദ്യ ഭാഗം കടന്നു പോകുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാകുന്ന നീർക്കെട്ടും മുഴയും ക്യാൻസറും ഒക്കെ മൂത്രവിസർജനത്തെയും ശുക്ലവിസർജനത്തെയും തടസ്സപ്പെടുത്താം. ഒപ്പം തന്നെ ലൈംഗിക പ്രശ്നങ്ങൾക്കും വന്ധ്യതയ്ക്കും കാരണമാണ്. 3 പ്രോസ്റ്റേറ്റ് സംബന്ധമായ രോഗങ്ങൾക്കായി വേണ്ടിവരുന്ന ഓപ്പറേഷനുകൾ, റേഡിയേഷൻ, ആൻറ്റി മെയിൽ ഹോർമോൺ തെറാപ്പി, കാസ്ട്രേഷൻ അതായത് വൃഷ്ണം എടുത്തുമാറ്റൽ, കീമോതെറാപ്പി, റേഡിയേഷൻ തുടങ്ങിയവയെല്ലാം മൂത്രവിസർജനത്തെയും ഇജാക്കുലേഷൻ അഥവാ ശുക്ലവിസർജനത്തെയും ലൈംഗികതയെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കാം. 4 മൂത്രതടസ്സമോ സെക്ഷൽ ഡിസോർഡറോ അനുഭവപ്പെട്ടാൽ അൾട്രാസൗണ്ട് സ്കാനിലൂടെ പ്രോസ്റ്റേറ്റ് വീക്കം കണ്ടെത്താനും PSA, ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് തുടങ്ങിയവ രക്തപരിശോധനയിലൂടെ ക്യാൻസർ സാധ്യത കണ്ടെത്താനും ശ്രമിക്കുക. 5 BPH-ഉം പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. പരിശോധനകളിലൂടെ തുടക്കത്തിലേ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഓപ്പറേഷനും മരുന്നുകളും ഇല്ലാതെ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാനാകുന്നതേ ഉള്ളൂ. 6 വളരെ പതുക്കെ മാത്രം പ്രോഗ്രസ് ചെയ്യുന്ന ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അതിനാൽ ഓപ്പറേഷൻ, റേഡിയേഷൻ തുടങ്ങി പാർശ്വഫലങ്ങൾ കൂടുതലുള്ള ചികിത്സകൾ തിരക്കിട്ട് ചെയ്യേണ്ടതില്ല. ജീവിതശൈലി ക്രമീകരണവും ടെസ്റ്റുകൾ നോക്കി രോഗം കൂടുന്നില്ല അല്ലെങ്കിൽ കുറയുന്നു എന്ന് ഉറപ്പുവരുത്തുകയുമാണ് വേണ്ടത്. 7 മനുഷ്യ ശരീരം എന്നത് ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. അതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളെയാണ് പോഷകങ്ങൾ എന്ന് പറയുന്നത്. ഈ അസംസ്കൃത വസ്തുക്കളുടെ പോഷകങ്ങളുടെ ഏറ്റക്കുറച്ചിലും ശരീരത്തിലടിയുന്ന വിഷാംശവും മൂലമുണ്ടാകുന്ന ഹോർമോൺ തകരാറുകളും ഇമ്മ്യൂണിറ്റിയിലെ പിഴവുകളും പ്രോസ്റ്റേറ്റ് കോശങ്ങളിലെ ജനിതക ഘടനയിൽ ഉണ്ടാക്കുന്ന പിഴവുകളാണ് പ്രോസ്റ്റേറ്റ് വീക്കത്തിനും ക്യാൻസറിനും വന്ധ്യതയ്ക്കും ഒക്കെ കാരണം. 8 ഭക്ഷണത്തിലൂടെ പോഷകങ്ങൾ കൃത്യമായ അളവിലും അനുപാതത്തിലും ശരീരത്തിൽ എത്തുന്നു എന്ന് ഉറപ്പാക്കുന്നതിനൊപ്പം വ്യായാമത്തിലൂടെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് പോഷകങ്ങൾ ശരീരത്തിലെ മറ്റ് കോശങ്ങൾക്കൊപ്പം പ്രോസ്റ്റേറ്റ് കോശങ്ങളിലും എത്തിക്കാനും ഹോർമോണുകളുടെ ബാലൻസ് ഉത്തമമാക്കാനും ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന വിഷാംശം മാറ്റാനുമായാൽ പ്രോസ്റ്റേറ്റ് രോഗങ്ങളെ ഒരു പരിധിവരെ തടയാനും ഒരിക്കൽ വന്നാൽ മോചനം നേടാനുമാകും. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാൻ സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കും. വൃക്കരോഗം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന
രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും ഓപ്പറേഷനായി പണം ചിലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുമ്പായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷന് വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുമ്പ് ഒപ്പുവെക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കൊള്ളുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയുടെയും ശസ്ത്രക്രിയാ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തുകയും അമിതവണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അടുത്തത്, ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻറ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണമെന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇത് ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാവും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്നുറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, നമുക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രോബ്ലംസ് ഉള്ളവർക്ക് എന്ത് ബെനിഫിറ്റാണ് വരാറുള്ളത് എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും പ്രധാനം, നമ്മൾ പ്രോസ്റ്റേറ്റ്
ഹൈപ്പർപ്ലേസിയ, BPH, അത് ഗ്രേഡ് 1ഉം 2ഉം 3ഉം ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ്. അതുപോലെ വർഷങ്ങളായിട്ട് ചിലരൊക്കെ ഈ ആൽഫ ബ്ലോക്കേഴ്സ്, ടോംസിലോസിൻ എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ ഞാൻ കാണാറുണ്ട്. അതിലാണ് പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേസിയ BPHലാണെന്നുണ്ടെങ്കിൽ മിക്കവാറും വർഷങ്ങളായിട്ട് BPHന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മിക്കവാറും വിതിൻ 1 or 2 months, ചിലർക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ വിതിൻ 1 or 2 weeks തന്നെ, ചിലരിങ്ങനെ കൂടുതൽ, അത് എത്ര വരെ എത്തിയിട്ടുണ്ടെന്നുള്ളതനുസരിച്ചായിരിക്കും മരുന്നുകൾ കുറച്ചുകൊണ്ട് ഒന്ന് നിർത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. വിതിൻ 1 or 2 months മിക്കവാറും എല്ലാവരുടെയും ഇങ്ങനത്തെ മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് ഒന്ന് നിർത്തും. മരുന്നുകൊണ്ട് നിർച്ചുകൊണ്ട് നിൽക്കാമെന്ന് മാത്രമല്ല, നമ്മൾ ആ യൂറിനറി പ്രോബ്ലംസും സെക്ഷൽ ഡിസ്ഫങ്ഷനും എല്ലാം കുറഞ്ഞു വരുന്നു എന്നുള്ളതുമാണ് കാണുന്നത്. ഈവൻ യൂഷ്വലി നമ്മൾ 3 months ആകുമ്പോഴേക്കും ഒന്നും കൂടെ സ്കാനിങ് നോക്കും. അപ്പം പ്രോസ്റ്റേറ്റ് 2 ഉണ്ടെങ്കിൽ പലരുടെ അത് 1ലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ 1 ഉള്ളവർ പലപ്പോഴും പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലം തീർന്നു. മിക്കവാറും ഇങ്ങനെയുള്ളവർക്ക് പ്രോസ്റ്റേറ്റ് മാത്രമായിരിക്കില്ല പ്രോബ്ലം, ഫാറ്റി ലിവർ ഉണ്ടാകും, അതുപോലെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നവരാണ്. അപ്പം ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ ബോഡിയാണ് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ആ ബോഡിയെ കറക്റ്റ് ചെയ്യുമ്പോൾ ഓവർ വെയിറ്റ് ഉണ്ടാവും. ഈ പ്രോബ്ലം എല്ലാം ഉള്ളവർക്കെല്ലാം തന്നെ ഓവർ വെയിറ്റ് ഉണ്ടാകും. പ്രോസ്റ്റേറ്റിന് പ്രശ്നമുള്ളവർക്കും കുടവയറുണ്ടാകും. ഒത്തിരി ഓവർ വെയിറ്റ് ഇല്ലെങ്കിലും കുടവയറുണ്ടാകും. വയറിനുള്ളിൽ ഫാറ്റ് അടിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ്, ബ്ലാഡർ, ഇതിനെല്ലാം ചുറ്റും ഫാറ്റ് അടിഞ്ഞിട്ടുണ്ടാകും. ഈ ഫാറ്റാണ് കുഴപ്പമുണ്ടാക്കുന്നത്. അപ്പം അത് കുറഞ്ഞു വരുന്നതനുസരിച്ച് നമ്മൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതും കുറയും. ശരിക്കും ഇതിനകത്ത് നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഡയബറ്റീസിന് കഴിക്കുന്ന മരുന്ന് എല്ലാം നിർത്തിക്കൊണ്ടാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ എല്ലാ മരുന്നും നിർത്തിയിട്ടാണ് ഡയബറ്റീസിൻ്റെ മരുന്ന്. മിക്കവാറും പ്രഷറിനോ കൊളസ്ട്രോളിനോ ഒക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നും വിതിൻ 1 or 2 months എല്ലാ മരുന്നും മിക്കവാറും ഫസ്റ്റ് മന്ത് കൊണ്ട് തന്നെ മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് നിർത്താൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട് കാണുന്നവരുടെ, ഈ BPHനൊക്കെ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞവർ, ഈ TURPയും അല്ലെങ്കിൽ എംബ്ലൈസേഷനും ഒക്കെ കഴിഞ്ഞവർക്കാണ് കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് കാണുന്നത്. ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞവർക്ക് കുറച്ചും കൂടി സമയമെടുക്കും. എന്നാലും മിക്കവാറും അവരും ഒരു 2-3 മാസം ആകുമ്പോഴേക്കും അവർക്കും സിംറ്റം ഫ്രീ ആകാൻ പറ്റുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഈ PSA കൂടുതലുള്ളവരുടെയാണ്. അപ്പോൾ അത് പല ഗ്രൂപ്പിലുള്ള പേഷ്യൻസും കാണുന്നുണ്ട്. അതായത് കുറച്ച് മറ്റുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റിന് വരുന്ന പേഷ്യൻ്റ്, അതായത് അവർ വരുന്നത് ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ അല്ലെ ഹാർട്ട് ഡിസീസ് ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞു, അപ്പം അത് ഒഴിവാക്കാനായിട്ട് തുടങ്ങുന്നതായിരിക്കും. ഈ ക്ലിനിക്കൽ സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എല്ലാ മെയിൽ പേഷ്യൻസിനും നമ്മൾ PSA ഒരു സ്റ്റാൻഡേർഡായിട്ട് ബേസിക്കലി നോക്കാറുണ്ട്. മിക്കവാറും നമ്മൾ പ്രത്യേകിച്ച് പ്രായമുള്ളവരാണെങ്കിൽ ഒരു ട്യൂമർ മാർക്ക് പ്രൊഫൈലായിട്ട് തന്നെ നോക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും കോളൻ ക്യാൻസറോ അല്ലെങ്കിൽ ലിവർ ക്യാൻസറോ അങ്ങനെ ഏതെങ്കിലും ക്യാൻസറിൻ്റെ തുടക്കം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ പലർക്കും നമ്മൾ ഈ ട്യൂമർ മാർക്കേഴ്സ് പോസിറ്റീവായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിലൊരെണ്ണം PSA ആണ്. അപ്പോൾ PSA കൂടുതലാണെങ്കിലും അത് നമ്മൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ ചിലരൊക്കെ കൊണ്ട് കുറച്ച് കൂടുതൽ 100 മുകളിലൊക്കെ, യൂഷ്വലി എല്ലാവരും 5, 6, 7, 8, 6 ലെവലിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷേ 10ന് മുകളിലുള്ളവരും ഈവൻ 100ന് മുകളിലുള്ളവർ പോലും കാണുന്നുണ്ട്. അപ്പം 100ന് മുകളിലുള്ളത് പെട്ടെന്ന് 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് കുറഞ്ഞു വരില്ല. ഈ 5, 6, 7, 8 ഒക്കെ നിൽക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു വരും. ഇപ്പം ഞാനൊരു പേഷ്യൻ്റ് ഞാൻ ഓർക്കുന്നു, അദ്ദേഹത്തിന് മൂത്ര തടസ്സമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ, ഡയബറ്റിക്കാണ്, യൂറിനറി ഇൻഫെക്ഷനുണ്ട്, അതുപോലെ മൂത്ര തടസ്സമായിട്ട് പെട്ടെന്ന് ഇത് ചെയ്ത്, അപ്പോൾ അവരോട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വന്നതാണ്. ഇത് ശരിക്കും മറ്റുള്ള ആവശ്യത്തിനൊന്നുമല്ല, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റിന് ക്യാൻസറാണ്, അത് പ്രോബ്ലം ആണെന്ന് അറിഞ്ഞിട്ട് തന്നെ വന്നതാണ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 27 എന്തോ ഉണ്ടായിരുന്നു ആദ്യം നോക്കുമ്പോൾ. PSA ഡയബറ്റിക്കാണ്. അപ്പം സിവിയർ യൂറിനറി ഇൻഫെക്ഷനും ഉണ്ട്. കാരണം ഈ പ്രോസ്റ്റേറ്റിന് തടസ്സമുള്ളവർ യൂറിനറി ഇൻഫെക്ഷൻ വരാനും സാധ്യത കൂടുതലാണ്. അപ്പം ശരിക്കും സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഷുഗർ കൺട്രോളായി വരും. നോക്കുമ്പോൾ 300, 400 എന്തോ ഷുഗർ നിൽക്കുന്ന, 24 hour കൊണ്ട് തന്നെ ഷുഗർ നോർമലായി. ആക്ച്വലി പ്രോസ്റ്റേറ്റ് PSA 1 മാസം ആയപ്പോഴേക്കും PSA നോർമലായി. നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വീക്ക്ലി തന്നെ PSA നോക്കുന്നുണ്ടാവും. അപ്പോൾ ആ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുമെന്നുണ്ട്. അപ്പം ഇതെല്ലാം ഡിപ്പെൻസ് ഓൺ എങ്ങനെ പേഷ്യൻ്റ് നോക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം ഡയറ്റുമായിട്ട് കണക്ട് ചെയ്താണല്ലോ. അപ്പം ഒരു PSA കൂടുതലുള്ള ഒരു പേഷ്യൻ്റ് അവർ ഡയബറ്റിക് കൺട്രോൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ അവരുടെ PSA കൺട്രോൾ കറക്റ്റ് ആവില്ല.
അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് PSA കൺട്രോൾ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻസർ ഗ്രോത്ത് വളരുന്നത് ഈ ഗ്ലൂക്കോസ് ബേസ്ഡ് ആണ്. ഭക്ഷണത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഏത് ക്യാൻസറിനാണെങ്കിലും, ഇപ്പം ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഈസിയറാണ്. ഒത്തിരി സ്ട്രിക്റ്റ് കാർബോഹൈഡ്രേറ്റ് കൺട്രോൾ വേണമെന്നില്ല. പക്ഷേ ക്യാൻസറിലേക്ക് വരുമ്പോൾ ഏത് ക്യാൻസർ ആണെങ്കിലും, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിലും മറ്റേത് ക്യാൻസർ ആണെങ്കിലും, ഈവൻ ക്യാൻസർ എന്ന് ഡയഗ്നോസ് ചെയ്തില്ല, മറ്റേ ഒരു പ്രീ ക്ലിനിക്കൽ നമ്മൾ ഈ ട്യൂമർ മാർക്കേഴ്സ് മാത്രം കൂടുതലായ ഈ CA കൂടുതലായ കോളൻ ക്യാൻസർ ഓർ ബയോപ്സിയിലും ഒരു അബ്നോർമാലിറ്റിയൊക്കെ കാണിച്ച പേഷ്യൻസ്, ഇവരെയൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കൺട്രോളാണ് ഇതിനകത്ത് വേണ്ടത്. അപ്പം അതനുസരിച്ചാണ് പേഷ്യൻറ്റിന് എത്ര ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളത്. അപ്പം എല്ലാം ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പേഷ്യൻ്റിനെ ബേസ് ചെയ്താണ്. അതായത് അവനവൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ക്യാൻസർ സെല്ലിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി അവരെ സ്റ്റാർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഒന്ന് നമ്മളുടെ ബോഡിയുടെ ആ സ്ട്രക്ചർ, നമ്മൾ എക്സസ് കൊഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറയുമ്പം ആ ഹോർമോൺ തന്നെ വ്യത്യാസപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈവൻ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോസ്റ്റേറ്റ് വൃഷ്ണങ്ങൾ എടുത്ത് കളയാണ് പിന്നെ വേറൊരു ട്രീറ്റ്മെൻറ്റ്. അതായത് നമ്മളുടെ ടെസ്റ്റോസ്റ്ററോണെ ഇല്ലെന്നാക്കാൻ വേണ്ടി. പിന്നെ ടെസ്റ്റോസ്റ്ററോണിനെ ബ്ലോക്ക് ചെയ്യുന്നത് ആൻറ്റി ടെസ്റ്റോസ്റ്ററോൺ, ആൻറ്റി മെയിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റാണ് വേറൊരു ട്രീറ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ ഉള്ളത് ആൻറ്റി ടെസ്റ്റോസ്റ്ററോണിനെ ബ്ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ, അങ്ങനത്തെയൊക്കെ മരുന്നുകളാണ് നമ്മൾ ഇതിലെല്ലാം യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ സെയിം എന്താണോ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ എയിം ചെയ്യാൻ നോക്കുന്നത്, ആ സെയിം കാര്യങ്ങൾ ഫുഡിൻ്റെ കൺട്രോളും എക്സസൈസും വെച്ച് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാകും, ലോ കാലറി ലോ കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷേ അതിന് നമ്മുടെ ബോഡിക്ക് റീബിൽഡിങ്ങിന് വേണ്ട, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കൃത്യമായിട്ടും ഏറ്റവും ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാ ന്യൂട്രിയൻസും കറക്റ്റായിട്ട് കൊടുക്കുന്നു എന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ന്യൂട്രീഷനും കറക്റ്റായിട്ട് ഉണ്ടാകണം. അതേസമയത്ത് കാലറി കുറവായിരിക്കണം, പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് കുറവായിരിക്കണം. അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്ന omega-3 omega-6 എന്ന 2 ഫാറ്റാണ്. ആ ഫാറ്റിൻ്റെ ലെവലും നമ്മൾ കറക്റ്റ് ചെയ്യണം. അതാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ചെയ്യുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോയും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. താങ്ക് യു.